വാണിയംകുളം കൺവെൻഷൻ പെന്തക്കോസ്തിന്റെ തനിമയിൽ ആത്മശക്തിയുടെ നിറവോടെ ദൈവത്താൽ നടത്തപ്പെടുന്ന ചർച്ച് ഓഫ് ഗോഡ് ഗോസ്പൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 6 മുതൽ 12 വരെ വാണിയംകുളം അവിൽമിൽ റോഡിന് സമീപം നടക്കുന്നു. ദേവദാസന്മാരായ ജി രാജു, ജെയ്സ് പാണ്ടനാട്, ലിബിൻ കാക്കനാട്, ബിനു പൗലോസ്, ബൈജു തിരുവനന്തപുരം, സുനി ഐക്കാട്, കെ രഞ്ജിത്ത്, ബാബു ചെറിയാൻ എന്നിവർ വചന പ്രഘോഷണം നടത്തുന്നു. ഓൾമൈറ്റി വർഷിപ്പ് ടീമിനൊപ്പം സംഗീത സാന്ദ്രമായ ആരാധനയും രോഗികൾക്കായി പ്രത്യേക പ്രാർത്ഥനകളും ഈ മഹായോഗത്തിന്റെ സവിശേഷതയാണ്. ആത്മീയ ഉണർവിന്റെ ഈ വചന വിരുന്നിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9946862010. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ പട്ടികജാതി വിദ്യാർത്ഥികൾക്കായി ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. 14 ബിരുദാനന്തര വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പുകൾ നൽകിയത്. ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയുടെ ഭാഗമായി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഇതെല്ലാം തരുന്നതിന്റെ ഉദ്ദേശം നിങ്ങൾക്കറിയാമോ? ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഇരിക്കുന്ന ആളുകളെല്ലാം നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി തരിക. ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്നും ഓർമ്മിക്കാനും ഇതൊരു നിങ്ങൾക്കൊരു ഒരു ബാധ്യതയായിട്ട് തോന്നണം. എന്നെങ്ങനെ ഇതുകൊണ്ട് പഠിച്ച് വളരെ ഉന്നതിയിലെത്താൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളെപ്പോലെയുള്ള വിദ്യാർത്ഥികൾ നന്നായി പഠിച്ച് വളർന്ന് ഉത്തമ പൗരന്മാരായി വരുമ്പോഴാണ് ഈ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. ലാപ്ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതിനു വേണ്ടി മാത്രമായിരിക്കണം ഉപയോഗിക്കുന്നത്. ഈ രാജ്യത്ത് നടക്കുന്ന, ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ കഴിയും. പക്ഷേ നമ്മുടെ നന്മയ്ക്ക്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ സമൂഹത്തിന് ഒക്കെ വേണ്ടി അത് ഉപയോഗിക്കണം എന്നാണ് വിനീതമായി നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കഴിഞ്ഞ നേരത്തെ പറഞ്ഞു 48,000 രൂപയോളം വില വരുന്ന ലാപ്ടോപ്പാണ്. 3 വർഷം ഗ്യാരണ്ടി ഉണ്ട്. ഈ പഞ്ചായത്ത് ഭരണസമിതിയും കഴിഞ്ഞ കാലഘട്ടത്തിൽ വയ്ക്കുകയും അത് ഇപ്പോഴാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. തീർച്ചയായും അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടണം. ഈ വർഷവും ചേലക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, കാർഷിക രംഗത്തൊക്കെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്ക് പഠിക്കുന്ന 14 വിദ്യാർത്ഥികൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചത്. വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷെഫീഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ നന്ദകുമാർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനോദ് പന്തലാടി, ഗ്രാമപഞ്ചായത്ത് മെമ്പർ എല്ലിശ്ശേരി വിശ്വനാഥൻ, പഞ്ചായത്ത് സെക്രട്ടറി എം ജയലക്ഷ്മി എന്നിവർ ആശംസകൾ നേർന്നു. പഞ്ചായത്ത് മെമ്പർമാരായ പ്രിയ മനോജ്, ഗീത ഉണ്ണികൃഷ്ണൻ, ജയശ്രീ രവി, എൻ ഷാനവാസ്, ഭാഗ്യലക്ഷ്മി, ഫാത്തിമ വഫ, ഷാഹുൽ രാജ്, സുരേഷ് കെ, മിനി ജനാർദ്ദനൻ, ജാൻസി എബ്രഹാം, രമണി മണികണ്ഠൻ, രമേശ് ചന്ദ്രൻ, പ്രിയ ബാലാജി, സരിത പ്രഭാകരൻ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി ഹുസൈൻ VM സ്വാഗതവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബൽക്കീസ നന്ദിയും പറഞ്ഞു. പ്രിയപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാരെ, പ്രിയ വിദ്യാർത്ഥികളെ, നമുക്ക് ഇന്നിവിടെ നൽകിയ ലാപ്ടോപ്പ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് ഈ അവസരത്തിൽ. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്ത ചടങ്ങ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് വലിയ കൈത്താങ്ങാകും. ഇതൊന്നും ഇല്ലാതെ തുടർന്ന് വിദ്യാഭ്യാസം തന്നെ ഉണ്ടാവാത്തൊരു സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് കൂടുതൽ വിഷയങ്ങളിലേക്ക് പങ്കെടുക്കുന്നില്ല. ഞങ്ങളുടെ ഓരോരുത്തരുടെയും വിദ്യാഭ്യാസം നല്ല നിലവാരത്തിലെത്തുന്നതിന് വേണ്ടി ഈ ഇതേമാതിരിയുള്ള ലാപ്ടോപ്പും അതുമാതിരി തന്നെ ആധുനിക പഠനോപകരണങ്ങളും നിങ്ങൾക്ക് ഏവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചു. CCV ന്യൂസ് ചേലക്കര.